നമസ്തേ. RSS ശരിക്കും ഹിന്ദുത്വവാദികളാണ്. മുസ്ലിങ്ങൾ പറയും RSS ഹിന്ദു വർഗീയവാദികളാണെന്ന് പറയും. അങ്ങനെ പറയാനായിട്ട് RSS ഹിന്ദുവിന് വേണ്ടി എന്താ ചെയ്തേക്കണം? RSSൻ്റെ നയം എന്ന് പറഞ്ഞാൽ സബ്കെ സാത്ത് സബ്കെ വികാസ്. അതാണ് മോദിയുടെ നയം. അല്ലാണ്ട് ഹിന്ദുവിൻ്റെ വികാസമൊന്നുമല്ല. എല്ലാവരും വികസിക്കണമെന്നാണ് പറയണത്. മനസ്സിലായോ? അപ്പോൾ അത് മതേതരത്വത്തിൻ്റെ ഒരു ഡയലോഗല്ലേ ഇത്? അല്ലേ? എല്ലാവരും വികസിക്കണമെന്ന് പറഞ്ഞിട്ട് ഉത്തർപ്രദേശിൽ 550 വീട് പണിത്. അത് ഒരു വാർഡിലെ തന്നെ 2250 മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വാർഡ്. അവിടെ 550 വീട് പണിത് കൊടുത്ത് എല്ലാവർക്കും മുസ്ലിങ്ങൾക്ക് വീട്. ഇതാരുടെ കാശ്? മോദിജിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല ഇത് ഹിന്ദുക്കളുടെ നികുതിപ്പണം. അതെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് വീട് പണിത് കൊടുത്ത്. പോട്ടെ, അത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഓർത്താണ് വീട് പണിതത്. പക്ഷേ ഒരു വോട്ട് പോലും ഈ വാർഡിൽ നിന്ന് കിട്ടിയില്ല BJPക്ക്. ഇത്തവണ BJPക്ക് ഏറ്റവും വലിയ അടി കിട്ടിയത് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ്. മനസ്സിലായോ? മോദി എന്തൊക്കെ ചെയ്തു? മോദി അമ്പലം പണിയുന്നത് മോദിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മോദി അവിടെ തന്നെ ആയിരുന്നു, അമ്പലത്തിൽ തന്നെ ആയിരുന്നു. അമ്പലം തൂത്ത് തുടക്കണ് എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. ഇവർക്ക് ഈ RSSകാർക്ക് ബ്രാഹ്മണരോട് വെറുപ്പാണ്. നിങ്ങൾ നോക്കൂ, ഒരു പുതിയൊരു പാർലമെൻറ്റ് ഉണ്ടാക്കിയല്ലേ അല്ലേ? ദില്ലിയിൽ പുതിയൊരു പാർലമെൻറ്റ് പണിതു. അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഒരു അംശവടി എന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നല്ലേ, ഓർമ്മയുണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നപ്പം അതിൻ്റെ ഒരു പൂജാകർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പാർലമെൻറ്റ് ഉദ്ഘാടനം സംബന്ധിച്ച് അതിന് മുമ്പുള്ള ഒരു പൂജാകർമ്മം, അതിന് കുറേ സന്യാസികളെന്നും പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പൂണൂലിട്ട ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ബ്രാഹ്മണരെയൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടാണ് BJP ഈ പരിപാടി നടത്തുന്നത്. ബ്രാഹ്മണരില്ലാണ്ട് എന്തോന്ന് ഹിന്ദുയിസം? ഉസ്താദുക്കളില്ലാണ്ട് ഇസ്ലാം ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ബ്രാഹ്മണരില്ലാണ്ട് ഹിന്ദുത്വം ഇല്ല. അത് മനസ്സിലാക്കുക. കാരണം ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മമാണ്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വേദങ്ങളാണ്. അത് ബ്രാഹ്മണരാണത് കൈകാര്യം ചെയ്യണത്. കാരണം അത് സംസ്കൃത ഭാഷയിലാണ്. സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ഭാഷയാണ്. ഇനി ബ്രാഹ്മണർ വഴി വല്ല നായന്മാരോ ഈഴവരോ ഒക്കെ അത് അല്പം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഈ ഭാഷ ശരിക്കും അറിയാവുന്ന ഒരു ബ്രാഹ്മണരാണ്. വീട്ടിൽ പോലും സംസാരിക്കുന്ന ബ്രാഹ്മണരുണ്ട്. അപ്പോൾ അവരെന്തിനാണ് ഒഴിവാക്കണം? അവരെ ഒഴിവാക്കണത് ഇപ്പോൾ ഹിന്ദുക്കളിലെ മറ്റ് ജാതിക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ബ്രാഹ്മണരോട് ഭയങ്കര അസൂയൻ, മുടിഞ്ഞ അസൂയൻ. ഇപ്പോൾ ജാതിവാലെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ പേര് അതിൽ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിൻ്റെ കൂടെ ചേർക്കണം, നിങ്ങളുടെ ജാതി പേര്. ഇപ്പോൾ ആചാരി എന്നും പറഞ്ഞ് കുറേ ഇഴവർ എഴുതി ചേർക്കുന്നുണ്ട്. അതേപോലെ എഴുതി ചേർക്കാമല്ലോ. അതിന് പകരം ജാതി എന്ന് പറയുന്ന വാലാണ്, ജാതി വാലാണ്, അത് പാടില്ല. അതായത് ഇപ്പോൾ രമേശൻ നായർ എന്നുള്ള പേരുള്ള ഒരാൾ നായർ മാറ്റണം, രമേശൻ എന്ന് പറയണം. രാജേഷ് പിള്ള എന്നാണ് പേരെങ്കിൽ പിള്ളയെന്ന് പറയാൻ പാടില്ല. അതായത് നാണ് പറഞ്ഞേക്കണേ ജാതി ചോദിക്കരുത്, പറയരുത്. പക്ഷേ കല്യാണം വരുമ്പോൾ ഈ നാണിൻ്റെ ആൾക്കാരെ തന്നെ ഈ ഇഴവരും പിന്നെ തീയരും ഇവരെല്ലാവരും അവരുടെ ജാതി പറയും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ
മാതൃഭൂമിയിലും മനോരമയിലും വരുന്ന വിവാഹ പരസ്യം ചുമ്മാ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യമെന്ന്. ജാതി പറയരുതെന്ന് പറയുന്നത് തെറ്റാണ്. മനുഷ്യർക്ക് ജാതിയുണ്ട്, മൃഗങ്ങൾക്കും ജാതിയുണ്ട്. ഒരു പട്ടി മാത്രമല്ലല്ലോ ഉള്ളത്, പലതരം പട്ടികളില്ലേ. അതേപോലെ ഒരു ജാതി മനുഷ്യനല്ല, പല ജാതി മനുഷ്യരുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കർമ്മം മാത്രമാണോ മനുഷ്യൻ ചെയ്യണം? പലതരം കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ? കർമ്മമാണ് എല്ലാത്തിനും കാരണം. അതായത് നമ്മുടെ തന്നെ ആക്ഷൻ, അതാണ് കർമ്മം. നമ്മളുടെ പ്രവൃത്തി, അതാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം തീരുമാനിക്കുന്നത്. അതായത് നമ്മുടെ വഴി നമ്മൾ തന്നെയാണ് വെട്ടിത്തെളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഏത് ജാതിയിൽ പിറക്കുന്നു എന്നത് തീരുമാനിക്കുന്നത് ആത്യന്തികമായിട്ട് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇനി ഞാൻ ജാതി ഇല്ലാത്തവനായിട്ട് പറഞ്ഞു, ഇനി ഞാൻ എന്തെങ്കിലും ഒരു മൃഗമായിട്ട് ജനിച്ചോ? മൃഗത്തിൽ തന്നെ എന്തോരം ഉണ്ട്. ഇപ്പോൾ ഒരു പട്ടി, ഒരു തെരുവ് പട്ടിയായിട്ട് ജനിക്കുന്നത് പോലെയാണ് ഒരു മില്യനയറിൻ്റെ പെറ്റ് ഡോഗായിട്ട് ജനിക്കുന്നത്. ആണോ? രണ്ടും പട്ടികളല്ലേ പറയുമ്പോൾ. അപ്പോൾ അവിടെയും വ്യത്യാസമുണ്ട്. അവ എല്ലാത്തിനും കാരണം കർമ്മമാണ്. സനാതന ധർമ്മം എന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ കർമ്മമാണ്. സനാതന ധർമ്മത്തെക്കുറിച്ച് ശ്രീ ശിവമഹാപുരാണം ഒരൊറ്റ വാചകത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മം, അത് സത്കർമ്മമാവട്ടെ ദുഷ്കർമ്മമാവട്ടെ, ഒരാളെ സഹായിക്കുന്നതാവട്ടെ ഒരാളെ ദ്രോഹിക്കുന്നതാവട്ടെ, ഒരു ജീവിയെ, അത് മനുഷ്യൻ തന്നെ ആവണമെന്നില്ല, പട്ടിയോ പൂച്ചയോ എന്ത് ജീവിയാണെങ്കിലും ആവാം, പക്ഷിയാവാം, അതിനെ സഹായിക്കുന്നതാണ് സൽക്കർമ്മം, ഉപദ്രവിക്കുന്നത് ദുഷ്കർമ്മം. അപ്പോൾ മനുഷ്യരെല്ലാവരും ഒരേപോലെ അല്ലല്ല പെരുമാറുന്നത്. മനുഷ്യർ ചിലർ സഹായിക്കും, ചിലർ ദ്രോഹിക്കും. ഈ രണ്ട് മനുഷ്യർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ കർമ്മമനുസരിച്ചല്ലേ ശരീരം ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ ശരീരം എങ്ങനെ കിട്ടും? കർമ്മം വ്യത്യസ്തമല്ലേ, അതേപോലെ തന്നെ ശരീരവും വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഇനി മനുഷ്യരുടെ കാര്യത്തിന് എടുക്കും. ചില ആളുകൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കമലഹാസൻ, ഇപ്പോഴത്തെ കമലഹാസൻ അല്ലട്ടോ, ഇപ്പോൾ വയസ്സായല്ലോ, ചെറുപ്പക്കാരനായിരുന്ന കമലഹാസൻ, പിന്നെ അരവിന്ദ് സ്വാമി, ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരം തന്നെയാണ് ഇവരുടെ മൂലധനം. ആ ഒരു മുഖ സൗന്ദര്യമൊക്കെ വെച്ചുകൊണ്ടാണ് അവർ സിനിമയിൽ തിളങ്ങുന്നത്. അപ്പോൾ നോക്കൂ, ഒരാൾക്ക് അയാളുടെ ശരീരം തന്നെ അയാൾക്ക് കോടികൾ സമ്പാദിച്ചു കൊടുക്കുന്നു. ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും അതുപോലെ മനോഹരമായ മുഖം അല്ലെങ്കിൽ ആകാര ഭംഗി ഇതൊക്കെ കിട്ടിയില്ല? എന്തുകൊണ്ട് കിട്ടിയില്ല? അതിൻ്റെ കാരണം കർമ്മമാണ്. അവർ ചെയ്ത പുണ്യകർമ്മത്താലാണ് അവർക്ക് അങ്ങനത്തെ കിട്ടുന്നത്. ഇനി ഒരാൾ വിരൂപനാണെങ്കിൽ, ഈ വിരൂപൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലമല്ലല്ലോ, ആ ജന്മം. അത് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നല്ലോ, ആ ശരീരം തീർന്നല്ലോ, നശിച്ചല്ലോ. പിന്നെ അടുത്ത ശരീരമാണ് അത്. ഇപ്പോൾ ഉള്ള ശരീരത്തിലിരുന്നുണ്ട് ഇന്ന് ഞാൻ ഏത് ശരീരത്തിലിരുന്നുകൊണ്ടാണോ കർമ്മം ചെയ്യുന്നത്, ആ കർമ്മങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ കൺട്രോൾ ചെയ്യുന്നത്. അത് എന്താ പറയുക, സുഗമമായ യാത്രയായിരിക്കണം അതോ വളരെ ദുഷ്കരമായ യാത്രയായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ആർക്കും മറ്റൊരാളെ കുറ്റം പറയാനുള്ള അവകാശമില്ല. മനസ്സിലായി? എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ ചുണ്ട്, എൻ്റെ പല്ല്, എൻ്റെ കൈകൾ, കാലുകൾ, നെഞ്ച് എല്ലാം എൻ്റെ കർമ്മവശാൽ എനിക്ക് ലഭിച്ചതാണ്. അത് ഈ ജന്മം ഇതാണ് എനിക്ക് കിട്ടിയത്. ഇത് വെച്ച് ഞാൻ ജീവിച്ച് തീർക്കുക, അത്രേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ ഒരുത്തൻ പോമറേനിയൻ പട്ടിയായിട്ട് ഒരു പട്ടി ജനിച്ചു, അതിന് പെട്ടെന്ന് ലാബ്രഡോർ ആവണമെന്ന് വെച്ചാൽ നടക്കും. അത് ചാകണ വരെ അത് പോമറേനിയൻ. അതേപോലെയാണ് ജാതി. നമ്മളൊരു കുടുംബത്തിൽ വന്ന് ജനിക്കുകയാണ്. നിങ്ങൾ
പറഞ്ഞു എനിക്ക് ഇന്ന ആളുടെ മോനായിട്ട് ജനിക്കണം, ഇന്ന സ്ത്രീയുടെ മകനായിട്ട് ജനിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു? ഇല്ലല്ലോ. നമ്മൾ ഒരച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് നമ്മൾ ജനിക്കണം ഇല്ലേ? നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്ത്? എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന അച്ഛനും അമ്മയും എനിക്ക് കിട്ടേണ്ടത് എന്ന് എൻ്റെ കർമ്മം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 4+5 കണക്കാണ്. 4+5. അപ്പോൾ അതിൻ്റെ ഉത്തരം 9ആണ്. 8 വേണമെന്നുണ്ടെങ്കിൽ 4+4 അല്ല 6+2 അല്ല 5+3 കൂട്ടിയാലേ 8 കിട്ടും. 4+5 കൂട്ടി കഴിഞ്ഞിട്ട് 8 കിട്ടണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കില്ല. എല്ലാത്തിനും കാരണം നമ്മുടെ കർമ്മമാണ്. ഇത് നമ്മൾ അംഗീകരിക്കണം. എൻ്റെ അപ്പൻ, എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം, അക്സെപ്റ്റൻസ് ഓഫ് റിയാലിറ്റി ഇസ് ഈക്വൽ ടു ഹാപ്പിനെസ്. വാട്ട് ഈസ് ഹാപ്പിനെസ് എന്നൊരു ചോദ്യം ചോദിക്കില്ല. എന്താണ് സുഖം? അതിൻ്റെ എൻ്റെ അപ്പൻ്റെ നിർവചനം മറുപടിയാണ് യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുക. ഞാൻ പുലയനാണെങ്കിൽ ഈ ജന്മം എൻ്റെ അച്ഛനമ്മ പുലയനാണ്, അതാണ് എൻ്റെ അച്ഛനമ്മ, അവരെ ഞാൻ സ്നേഹിക്കുക. അല്ലാണ്ട് എനിക്ക് ബ്രാഹ്മണ അച്ഛനമ്മ വേണമെന്ന് നടക്കും, അല്ല നായർ വേണമെന്ന് നടക്കും. അതേപോലെ നായർ, എൻ്റെ അച്ഛനമ്മ നായരാണെങ്കിൽ അവരാണ് എൻ്റെ അച്ഛനമ്മ. എനിക്ക് പുലയനാവണം, എനിക്ക് മണ്ണിൻ്റെ മക്കളാവണം, മണ്ണിൽ പണിയെടുക്കണം. നമുക്ക് ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാം നടക്കണമെന്നുണ്ടാവില്ല. ഇപ്പം ഞാൻ ആഗ്രഹിക്കണേ, ഞാൻ ഒരിക്കലും ചാകരുത്. നടക്കുമോ? അല്ല നിങ്ങൾ ആഗ്രഹിച്ചാൽ നടക്കും. അല്ലെങ്കിൽ ഒരു 10-25 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും വളരണം എന്ന് വിചാരിച്ചാൽ നടക്കും. ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ഇതൊക്കെ ഇങ്ങനെയാണ്. മനസ്സിലായി? നമ്മളൊരു കളി കളിക്കാൻ വേണ്ടി, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. ഒരു ഓവർ എന്ന് പറഞ്ഞാൽ 6 ബോളാണ്. എനിക്കത് പറ്റില്ല, എനിക്ക് 12 ബോൾ പോകണമെന്ന് നടക്കും. ഇത് ക്രിക്കറ്റ് കളിയാണ്, ഇതിൽ നിയമം ഇങ്ങനെ. മനസ്സിലായി? അതേപോലെ നമ്മൾ യാഥാർത്ഥ്യ ബോധമുള്ളവരായിരിക്കും. യാഥാർത്ഥ്യ ബോധമാണ് നമുക്ക് ശരിയായ ശാശ്വതമായ സമാധാനം, സന്തോഷം നൽകുന്നത്. മനസ്സിലായി? യാഥാർത്ഥ്യം ഇതാണ്. ഞാൻ ഈ കാർത്തിക് ശിവകുമാർ എന്ന് പറയുന്ന ഈ അരഹിന്ദുവായ ഗർവാപ്പസി പറയുന്നതാണ് യാഥാർത്ഥ്യം. അതായത് നമ്മുടെ കർമ്മമാണ്, ഒരുത്തൻ്റെ കർമ്മമാണ് അവൻ മത്സ്യമായിട്ടും പക്ഷിയായിട്ടും മൃഗമായിട്ടും മനുഷ്യനായിട്ടും. ഇനി പക്ഷി തന്നെ കുഞ്ഞാറ്റക്കിളിയുണ്ട്. എന്ത് പേടിയാണെന്നറിയാം, അതിന് ഭയങ്കര പേടിയാണ്. അതേപോലെയാണ് ആ പരുന്ത്. പരുന്തിന് വല്ലതിനും പേടിയുണ്ട? ആരെയും പേടിയില്ല. പക്ഷി രാജനാണ് പരുന്ത്. മനസ്സിലായോ? അപ്പോൾ പക്ഷിയായിട്ട് ജനിക്കുമ്പോഴും നമ്മൾ ഒരു കുഞ്ഞാറ്റക്കിളിയോ കുയിലാവലോട്ട് ജനിക്കാം, പരുന്തായിട്ട് ജനിക്കാം. മനസ്സിലായോ? പ്രാവായിട്ട് ജനിക്കാം. പ്രാവിനെ തിന്നണ വേറെ പക്ഷിയുണ്ട്, ഓക്കെന്ന് പറയും. ഓക്ക് ഞങ്ങൾ പ്രാവിനെ പണ്ട് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ആകാശത്ത് പറന്ന് നിൽക്കുന്ന പ്രാവായിരിക്കും, പെട്ടെന്ന് കാണാണ്ടാവും. അപ്പോൾ നമ്മുടെ ചേട്ടായി പറയും, അത് ഓക്കുണ്ടോ എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അതിനെന്തൊരു പേടിയായിരിക്കും. ഈ ഓക്ക് പരന്തിനെ അറ്റാക്ക് ചെയ്യോ? പരന്തിനെ കണ്ടാവും ഓക്ക് ഓടും, പറക്കും. എങ്ങനെയെങ്കിലും ഇതിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരിക്കും വിചാരം. കാരണം പരന്ത് ശക്തിമാനാണ്. കൊച്ചുകുട്ടീനവരെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. ഒരു വയസ്സോ 1.5 വയസ്സ് എന്നിട്ട് നടക്കണുള്ളൂ, പതിയെ നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിനിങ്ങനെ പറന്നിങ്ങനെ വന്നിട്ട് റാഞ്ചിക്കൊണ്ട് പോകണം കൊച്ചിനെ. അവിടെ നിന്ന് മൈതാനത്ത് നടക്കണേ, അതിനെ പരുന്ത് പൊക്കിയെടുത്ത് കൊച്ചിനെ. ആ കൊച്ചിനൊരു എങ്ങനെ നോക്കിയാലും ഒരു 8 കിലോ 10 കിലോ വെയിറ്റ് ഉണ്ടാവും. അത് പറന്ന് വന്നിട്ട് അതിനെ റാഞ്ചണമെന്ന് പറയുമ്പോൾ അതിനെ പൊക്കിയെടുത്തിട്ട് അപ്പം തന്നെ അതിൻ്റെ അമ്മയെ വന്ന് പിടിച്ച് വലിച്ച് അതിനെ താഴ്ത്തിട്ട് കൊച്ചിനെ അല്ലെങ്കിൽ കൊച്ചിനെ കൊണ്ടുപോയാൽ പരുന്ത്. മനസ്സിലായോ? അപ്പോൾ അതും ഒരു പക്ഷി തന്നെയാണ്. ഈ കുഞ്ഞാറ്റയും മണ്ണാത്തിപ്പുള്ളും കുയിലും ഇതൊക്കെ പക്ഷികൾ തന്നെയാണ്. അതേപോലെ തന്നെയാണ് മനുഷ്യരിൽ പുലയർ, നായന്മാർ, പിന്നെ ക്ഷത്രിയർ, വർമ്മ എന്ന പറഞ്ഞ ക്ഷത്രിയരാണ്. ഇതൊക്കെ ഞാൻ അപ്പൻ്റെ അടുത്ത് പഠിക്കാൻ കേട്ടോ. പോയി ഈ ജാതിയുടെ കാര്യങ്ങളെല്ലാം അപ്പൻ്റെ അടുത്ത് പഠിച്ചത്. അല്ല, ഞാൻ നിങ്ങളോട് പറയണത് അപ്പൻ്റെ അടുത്ത് പഠിച്ചത് മാത്രമാണ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. കാതിൽ കൂടി കയറിയത് ഇപ്പോൾ വാഹയിലൂടെ പുറത്തോട്ട് വരണേ. അങ്ങനെയാണല്ലോ. ആദ്യം നമ്മളെ ഇപ്പോൾ അമ്മ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കാതിൽ കൂടി അല്ലേ അത് വാങ്ങണത്. പിന്നെ ഒരു ദിവസം
ആ അമ്മ അമ്മ എന്ന് നമ്മൾ പറഞ്ഞത് അത് നമ്മുടെ വായിക്കൂടി കാതിൽ കൂടി കയറിയത് വായിക്കൂടി പുറത്തോട്ട് വരും. അങ്ങനെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി അല്ലേ. അതേപോലെ എൻ്റെ അപ്പൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം അദ്ദേഹം ബുദ്ധിമാനാണ്, അദ്ദേഹത്തിന് സത്യം അറിയാം. അപ്പോൾ ആ സത്യം ഞാൻ കേട്ട പ്രകാരം നിങ്ങളോട് പറയണത്, നമ്മൾ ജാതിയല്ല ഇല്ലാണ്ടാക്കാൻ നോക്കേണ്ടത്. ജാതി ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഇല്ലാണ്ടാക്കേണ്ടത് ജാതി വെറിയാണ്. ഇപ്പോൾ വെള്ളക്കാരെ നോക്കൂ, അവർക്ക് എന്ത് ജോലിയാണെങ്കിലും എന്ത് ജോബാണെങ്കിലും അവർ ഇപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നമ്മുടെ അവിടെ പിണറായി പോണ പോലെയല്ല പോണത്. ഒരുപാട് പൈലറ്റ് വാഹനങ്ങളും അതൊക്കെ ആയിട്ടൊന്നുമല്ല പോണത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നമ്മുടെ കൂടെ തന്നെ ട്രെയിനിൻ്റെ അകത്ത് സഞ്ചരിക്കും. ആരും അറിയാൻ പോലും ഇല്ല ഇയാൾ രാഷ്ട്രീയക്കാരനാണെന്ന്. മനസ്സിലായോ? അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവർ മൂത്രമൊഴിക്കാനൊക്കെ പോകും. വലിയ വലിയ ആൾക്കാരായിരിക്കും രാഷ്ട്രീയത്തിൽ. പക്ഷേ അവിടെ ആ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽക്കണ പെണ്ണ ആണ അവരോട് പെരുമാറണ കാണണം. എന്ത് ഡീസൻ്റായിട്ടാണ് പെരുമാറണമെന്നറിയോ, എന്ത് മാന്യമായിട്ട് അവരോട് പെരുമാറണമെന്നറിയോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവൻ ടോയ്ലറ്റ് കഴുകണം, അവനെന്താണ് അടിച്ചു തെളിക്കാരി, അവൾ അടിച്ചു തെളിക്കാരി ഇവർ പറയണേ. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ ക്ലീനിങ് പവർ അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ അവർക്കും അവരെ ബഹുമാനിക്കുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, എല്ലാം തകടം പറഞ്ഞ് കിടക്കണേ. നമ്മുടെ നാട്ടിൽ ആൾക്കാർ തൊഴിലിനെ മാനിക്കില്ല. എന്നാലും ദാസേട്ടൻ്റെ ഇൻ്റർവ്യൂ ഏഷ്യാനെറ്റിൽ വന്ന് ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ ദാസേട്ടൻ പറഞ്ഞേ, ഞാനൊരു ടോയ്ലറ്റ് കഴുകണവനായിരിക്കാം, പക്ഷേ എൻ്റെ തൊഴിലിനെ നീ മാനിക്കണം, മാനിച്ചില്ലെങ്കിൽ പോടാന്ന് ഞാൻ പറയുമെന്ന് ദാസേട്ടൻ പറഞ്ഞു. മനസ്സിലായി? എന്ത് കറക്റ്റാണെന്നറിയോ? എന്ന് വെച്ചാൽ ദാസേട്ടൻ പറഞ്ഞ എല്ലാ കാര്യവും കറക്റ്റാണെന്നല്ല കേട്ടോ. എല്ലാ മനുഷ്യരും കറക്റ്റായിട്ടുള്ള കാര്യവും പറയും, തെറ്റായിട്ടുള്ള കാര്യവും പറയും, എല്ലാ മനുഷ്യരും പറയും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള പറയുമ്പോൾ അത് നമ്മളത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. എന്താ പറയുക? യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഹിന്ദുക്കൾ പഠിക്കുക. നോക്കൂ, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങടാ പോകണമെന്ന് അതിപ്പോൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അറിയാൻ പാടില്ല. സനാതനധർമ്മം പറയുന്നത് നമ്മുടെ കർമ്മം അനുസരിച്ചാണ് നമ്മൾ പോകണമെന്നാണ്. സൽക്കർമ്മം ചെയ്തിട്ടുള്ളവർക്ക് സദ്ഗതിയും ദുഷ്കർമ്മം ചെയ്ത് ജീവിച്ച ആളുകൾക്ക് ദുർഗതിയും ഉണ്ടാവുന്നു. അങ്ങനെ പറയണം. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? മനസ്സിലാക്കുക, ഞാനിന്ന് ഇന്ന ജാതിയിലാണ്, എനിക്ക് എൻ്റെ ജാതി ഇഷ്ടമല്ല എന്ന് നമുക്ക് സ്വയം ഒരു അപകർഷതാബോധമാണല്ലോ ഇത്. എൻ്റെ ജാതി ഇഷ്ടമല്ല, എൻ്റെ നിറം എനിക്കിഷ്ടമല്ല, എനിക്ക് വെള്ളക്കാരെ പോലെ വെളുത്ത നിറം വേണം. വെള്ളക്കാർ പറഞ്ഞാൽ എനിക്ക് ബ്രൗൺ ആകണമെന്നും പറഞ്ഞ് സൊളാറിയം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്ത് പോയി ചൂടത്ത് പോയിരുന്ന് എങ്ങനെയെങ്കിലും ബ്രൗൺ ആകാൻ നോക്കണം അവർ. അപ്പോൾ നമ്മുടെ ആൾക്കാർ എങ്ങനെയെങ്കിലും വെളുക്കാൻ നോക്കുമ്പോൾ അവർ ബ്രൗൺ ആകാൻ നോക്കണേ. എന്തൊരു ഇതാണെന്ന് അറിയിക്കണം. ഇതെന്താ വേണ്ടത്? ഇത് ബ്രൗൺ ആയത്, എൻ്റെ തൊലി ബ്രൗൺ ആയത്, എനിക്കിതാണ് വിധി, ഇതാണ് വിധിച്ചത്, എൻ്റെ കർമ്മഫലം ഇതാണ്. എൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കണം, എനിക്ക് അരവിന്ദ് സ്വാമിയുടെ മൂക്കില്ല. എൻ്റെ ചുണ്ട് ഇങ്ങനെ ഇരിക്കണം, എനിക്ക് മറ്റേ സിനിമാ നടൻ്റെ ഇതില്ല, ചുണ്ട് ഭംഗിയില്ല. അത് ഞാൻ തന്നെ ചെയ്ത കർമ്മം കൊണ്ടാണ് എനിക്ക് എൻ്റെ ശരീരത്തിൽ എന്ത് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ കർമ്മവശാലം ഉണ്ടായതാണ്. അല്ലാണ്ട് നമ്മളിവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഉണ്ടാക്കിയ മൂക്കും കണ്ണൊന്നുമല്ല. ഇതാണ് നമുക്ക് കിട്ടിയത്, ജനിച്ചപ്പോൾ നമുക്കുള്ളത് ഇതാണ്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ വിധിയാണെന്നാണ് പറയണത്. മനുഷ്യർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് അവരോരോ കുടുംബത്തിൽ വന്ന് ജനിക്കുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അച്ഛനും അമ്മയുമാണ്. ചില കുടുംബത്തിൽ അച്ഛൻ കള്ളുടിയന്മാരായിരിക്കും, പ്രത്യേകിച്ചും കേരളത്തിൽ എന്തോരം നമ്മൾ കണ്ടിട്ടുണ്ടെന്നറിയോ. ഫോർട്ട് കൊച്ചിക്കാരാണ് ഈ ലോകത്തിലെ ഏറ്റവും കള്ളുടിയന്മാർ. ഏറ്റവും വലിയ കള്ളുടിയന്മാർ ഈ ലോകത്തിലുള്ള ഫോർട്ട് കൊച്ചിക്കാരാണ്. കാരണം ഫോർട്ട് കൊച്ചി ബീവറേജസിൽ ക്യൂ നിൽക്കണത് പോലീസ് വന്നാണ് നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ ഈ അയൽവക്കത്തെ വീട്ടിൽ പേരൊന്നും പറയാൻ നമ്മൾ ആഗ്രഹിക്കില്ല, അവർക്ക് മരിച്ചുപോയ ആൾക്കാരാണ്, നല്ല മനുഷ്യരുമാണ്, പക്ഷേ കള്ളുകൂടിയാണ് അവരെ ഇതാക്കണം. അടിച്ച് ഫിറ്റായിട്ട് വരും രാത്രിയാകുമ്പോൾ, എന്നിട്ട് ഭാര്യേനെ എടുത്തിട്ട് തല്ലി. എന്തൊരവസ്ഥയാണ് നോക്കണേ. ഇപ്പോൾ നിങ്ങളങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പനാണ് അമ്മനെ തല്ലണം, വേറെ വല്ലതും അവിടെ അടിച്ചവൻ്റെ കാരണം വെക്കുക. അപ്പൻ തല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പനെ തല്ലാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. നമുക്ക് ആകെ ഫീലിങ്സ് അടിച്ച് ഒരു ഡിപ്രഷനായിരിക്കും നമുക്ക്. അത് കാരണം നമ്മൾ എന്തൊക്കെയോ പാപങ്ങൾ നമ്മൾ മുജ്ജന്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അച്ഛനെ കിട്ടിയത്. മനസ്സിലായോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ അച്ഛനാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
പിന്നെ അമ്മ പിഴച്ചു പോകണം എന്തോരം ഇതുണ്ട്, എന്തോരം ഉണ്ട്. നമ്മുടെ അവിടെ തന്നെ ഇതൊക്കെ ഉണ്ട്. അതൊന്നും പറയുന്നില്ല, ഒന്നും ആരെയും അപമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, തത്വമാണ് പറയുന്നത്. അങ്ങനെ ഒരു പിഴച്ചൊരു സ്ത്രീയുടെ മകനായിട്ട് ജനിക്കണ മനുഷ്യരില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അവൻ അവരുടെ അടുത്താണ് ജനിച്ചത്, അവൻ്റെ വിധിയാണത്. അവനിനി ഒരുപാട് കാഴ്ചകൾ, ചിലപ്പോൾ അവർ വേശിയായിരിക്കും, കാശ് മേടിച്ച് മറ്റുള്ളവരോട് കിടക്കണ സ്ത്രീ ആയിരിക്കും. അതൊക്കെ അവൻ കാണേണ്ടി വരും. അവന് ദുഃഖമാണത്, ഭയങ്കര ദുഃഖമാണ്. അവൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കും എങ്ങനെയായിരിക്കുമെന്ന്. നമ്മുടെ കുടുംബത്തിലാണ് അങ്ങനെയെങ്കിൽ നമുക്ക് എന്തോരം ഫീലിങ്സ് ഉണ്ടാവും, അതേപോലെ ഫീലിങ്സ് അവനും ഉണ്ടാവില്ല ഇല്ലേ? അപ്പോൾ അവൻ എന്തുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു? അതൊക്കെ അനുഭവിക്കാനാണ് അവൻ ജനിച്ചേക്കണത്. അതാണ് അതിൻ്റെ മറുപടി. കാരണം അവൻ മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് മറ്റുള്ളവർക്ക് കിട്ടണ പോലെ നല്ലൊരു അമ്മനെ അവന് കിട്ടിയില്ല. മനസ്സിലായി? ഇതൊക്കെ മനസ്സിലാക്കുക. അല്ലാണ്ട് ജാതിനെ വെറുക്കണത് നിങ്ങൾ മലർന്ന് കിടന്ന് തുപ്പണ പോലെ. നിങ്ങൾക്ക് അതിനെ വെറുക്കാനും പറ്റണില്ല. ഇപ്പോഴും നായരെന്നും പിള്ളേന്നൊക്കെ പേര് വർമ്മ, ശർമ്മ, നമ്പൂരി എന്നൊക്കെ പറഞ്ഞ് പേരിടുന്ന പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ ഇത് വരുമ്പോൾ എല്ലാവരും ജാതി പറയുന്നുണ്ട്. ഈ പറഞ്ഞ നാണുവിൻ്റെ ഭക്തർ അവരാണ് ആദ്യം ജാതി പറയണം. നായർ, തീയര്, അങ്ങനെയും പറയും. അപ്പോൾ തീയരിൽ നിന്ന് തീയ യുവതിയുടെ രക്ഷിതാക്കളിൽ നിന്ന് വിവാഹോചനകൾ ക്ഷണിച്ചോളുന്നു എന്നാണ് എഴുതുന്നത്. അല്ലെങ്കിൽ നായർ യുവതിയുടെ, അല്ലാണ്ട് ഹിന്ദുവിൻ്റെ എന്നല്ല എഴുതുന്നത്. മനസ്സിലായോ? അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ ജാതി പറയണില്ലേ? ഒരു വശത്തോട് ജാതിയും പറയും, എന്നിട്ട് ഫേസ്ബുക്കിൽ വന്നിരുന്നിട്ട് ജാതിയാണ് എല്ലാത്തിനും കാരണം, ജാതി പറയരുതെന്ന് പറയണത് എന്തൊരു ഉളുപ്പില്ലാത്ത ഒരു ഇരട്ടത്താപ്പല്ലേ അത്? എന്തൊരു ആത്മവഞ്ചനയാണ്. ഇപ്പോൾ പട്ടിയിൽ ഒരുപാട് ജാതി ഉണ്ടല്ലോ. ഇപ്പോൾ ഞാനിവിടെ നിന്ന് പറഞ്ഞു ഈ ജാതിയൊന്നും പാടില്ല, പട്ടിയിൽ ഈ ജാതിയൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ജാതി പട്ടികളൊക്കെ ഇല്ലാണ്ടാവും. ആ പട്ടികൾ അവിടെ തന്നെ ഉണ്ടാവും. പോമറേനിയന് അതിൻ്റെ ഗുണം ഉണ്ടാവും, അൽസേഷന് അതിൻ്റെ ഗുണം ഉണ്ടാവും. മനസ്സിലായി? ഇത് നമ്മൾ മനസ്സിലാക്കണം. ജാതി അത് ഒരു പ്രകൃതി നിയമമാണത്, പ്രകൃതിയിലുള്ളതാണ് ജാതി. മനസ്സിലായി? അത് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. നമുക്ക് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, മാറ്റിമറിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അംഗീകരിക്കും. നമ്മുടെ ശരീരം അത് നമുക്ക് അച്ഛനമ്മയും വഴി കിട്ടിയതാണ്. ഇന്ന അച്ഛനമ്മയുടെ മകനായിട്ട് ജനിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത്. എൻ്റെ ശരീരം എന്ന് വെച്ചാൽ പാതി അച്ഛനും പാതി അമ്മയുമാണ്. മനസ്സിലായി? അതേപോലെ എൻ്റെ ജാതി, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ജാതിയാണ് എൻ്റെ ജാതി. അപ്പോൾ എൻ്റെ ജാതി അവരുടെ ജോലി എന്താ പറയുക, വളരെ വരുമാനം കുറഞ്ഞ ജോലിയാണ്, താഴേക്കിടയിലുള്ള ജോലിയാണ്. അങ്ങനെ പറയാനേ പാടില്ല. എല്ലാ ജോലിയും താഴേക്കിടയിലുള്ള എല്ലാ ജോലിയും നല്ല ജോലി തന്നെ. മനസ്സിലായി? അതൊക്കെ യൂറോപ്യന്മാരിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. അവരൊരിക്കലും ഒരുത്തൻ്റെ ജോലി താഴ്ത്തിക്കെട്ടി സംസാരിക്കില്ല. ഇപ്പം നമ്മുടെ ഇവിടെ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്തൊക്കെ പേരാണ് പറയണമെന്ന് അറിയും. ഭയങ്കരമായ ഈ മുടിവെട്ട് കടയൊക്കെ നിങ്ങൾക്കൊന്ന് പോയി കാണണം. ഇവിടെ എന്താണ് ചെയ്ത് വെച്ചേക്കണേന്ന്. 5 സ്റ്റാർ ഹോട്ടലിലോട്ട് കയറണ പോലെ അമ്മാതിരി സെറ്റപ്പാണ് അതിൻ്റെ അത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിൽ ഇതേ മുടിവെട്ട് കടനെ അമ്പട്ടൻ എന്ന് വിളിക്കും. അമ്പട്ടൻ അത് താഴ്ത്തി കെട്ടണ ഒരു പദമാണത്. ഇങ്ങനത്തെ പദങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാരുടെ നാവിലുണ്ട്. ഉണ്ടാക്കിയെടുത്തേക്കാണ് ആൾക്കാരെ താഴ്ത്തി കെട്ടാനായിട്ട്. അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ജോലി ചെയ്താലും അവനതിൻ്റെ റെസ്പെക്റ്റ് ഉണ്ട്. കക്കാനും പിടിച്ചോറിക്കാനും പോണേലും ബെറ്ററല്ലേ പണിയെടുത്ത് തിന്നണത് അല്ലേ? അപ്പോൾ ഇനിയും ഞാൻ ജാതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാനിനി താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ നാണ് പറഞ്ഞ പോലെ ജാതി ചോദിക്കരുത്, പറയരുതാണ്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യും. അത് ചെയ്യുകയുമില്ല. മനസ്സിലായി? അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഞാൻ പറയുന്നത് ദയവേത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജാതി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. സനാതനധർമ്മം പറയുന്നത് നമ്മൾ ഏത് ജാതിയിൽ ജനിച്ചോ ആ ജാതിക്ക് പറഞ്ഞിട്ടുള്ള കർമ്മം, തൊഴിൽ അത് ചെയ്ത് ജീവിക്കാനാണ് പറയണം. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നമ്പൂരിമാരുടെ പണിയാണ് ശാന്തിപ്പണി. അതൊക്കെ തട്ടിയെടുക്കാനായിട്ട് ഇപ്പോൾ SNDP-കാർ ഇപ്പോൾ ശബരിമലയിൽ പോയി തപസ് ചെയ്യണം. ഈഴവരെ ഇതാക്കണമെന്നും പറഞ്ഞു, ശാന്തിയാക്കണമെന്നും പറഞ്ഞു. അത് അവിടുത്തെ നമ്പൂരിനെ പറഞ്ഞു വിടണം, ഈഴവനെ ശാന്തിയാക്കണം. ഈഴവനെ ശാന്തിയാക്കാനൊക്കെ പറ്റും. പക്ഷേ ഈശ്വര ചൈതന്യം എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് പിടിച്ചു കിട്ടാൻ SNDP-കാർ വിചാരിച്ചാൽ സാധിക്കുമോ? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മുകളിലാണ് ഈഴവർ വലിയ വോട്ട് ബാങ്കാണല്ലോ. അപ്പോൾ അവർ പറയണ പോലെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഈശ്വരൻ്റെ മുകളിലാണോ ഈഴവൻ? നാണു ആണോ? അല്ലല്ലോ.
ഈശ്വരൻ വിചാരിക്കുന്നതെന്ന് നടക്കുകയുള്ളൂ. ഈശ്വരനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈശ്വരനോട് ഫൈറ്റ് ചെയ്യാതെ നോക്കുക. അതല്ലേ വേണ്ടത്. നമുക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത ആളോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകാവോ? ഇപ്പോൾ മൈക്ക് ടൈസനായിട്ട് പോയിട്ട് നമുക്ക് ഇടി കൊടുക്കാൻ പറ്റുമോ? ആ ബുദ്ധിയുള്ളവൻ അതിന് പോകില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ ഈശ്വര ചൈതന്യം നിലനിൽക്കണമെങ്കിൽ ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രോക്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താലേ ഈശ്വരൻ്റെ ചൈതന്യം അവിടെ ഉണ്ടാവുള്ളൂ, ക്ഷേത്രത്തിലുണ്ടാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഈഴവനെ കൊണ്ടുപോയിട്ട് ശ്രീകോവിലിരുത്തി പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഈശ്വര ചൈതന്യം ഇറങ്ങിപ്പോവും. പിന്നെ അവിടെ പോയി പൂജ ചെയ്തിട്ട് എന്താ പറയുക, കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കണ പോലെയാണ് അവിടെ പോകുന്ന ഭക്തരുടെ കാര്യം. എന്നാണോ ബ്രാഹ്മണർ ശബരിമലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, അവരുടെ ഒപ്പം തന്നെ ഈശ്വരന് അയ്യപ്പനും ഇറങ്ങിപ്പോകും, സ്വാമി അയ്യപ്പനും ഇറങ്ങിപ്പോകും. യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അപ്പോൾ വിപ്ലവം ഉണ്ടാക്കി ഇപ്പോൾ ബ്രാഹ്മണരുടെ തൊഴിലില്ലാണ്ടാക്കണം. ഇതൊക്കെ മഹാപാപമാണ്. നമ്മൾ മരിച്ചു പോകുന്ന മനുഷ്യരാണ്. മരണശേഷം നമ്മൾ ഇന്ന് ഈ ജന്മത്തിൽ ശരീരത്തിൽ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളുടെ ഫലം നമ്മൾ തീർച്ചയായും അനുഭവിക്കും. ഇതാണ് സനാതനധർമ്മം. ഞാൻ പറഞ്ഞില്ലേ, അതായത് സനാതനധർമ്മത്തെ ഒരൊറ്റ വാചകത്തിൽ നിർവചിച്ചിട്ടുണ്ട് ശ്രീ ശിവമഹാപുരാണം. അതിപ്രകാരമാണ്: നമ്മൾ ചെയ്യുന്ന കർമ്മം, അത് നല്ലതായാലും ചീത്തതായാലും, അതിൻ്റെ ഫലം ഒരു നാൾ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. ഇതാണ് സനാതനധർമ്മം. മനസ്സിലായി? അല്ലാണ്ട് വിശ്വാസമൊന്നുമല്ല നമ്മളൊരു ശിവനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോകും, അങ്ങനെയൊന്നുമല്ല. മനസ്സിലായി? ശിവനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തിലൊന്നും പോകാൻ പോകുന്നില്ല. നമ്മുടെ കർമ്മം ശരിയാണെങ്കിലേ നമ്മൾ സ്വർഗത്തിൽ പോകുള്ളൂ. അല്ലെങ്കിൽ മഹാവിഷ്ണുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ സംഭവമില്ല. സനാതനധർമ്മത്തിൽ വിശ്വാസമില്ല, അറിവാണുള്ളത്. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്, വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഈ സെമിറ്റിക് മതങ്ങളാണ്. വിശ്വാസം എന്ത് വിഡ്ഢിത്തരവും പറയാം, അത് വിശ്വാസമെന്ന് നമുക്ക് അത് പറയാം. അല്ലേ? യേശു കള്ളനാണ്, യഹൂദരുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണ്, ക്രിസ്ത്യാനികളുടെ വിശ്വാസം. യേശു ദൈവപുത്രനല്ല, അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ മാത്രമാണ്, അത് മുസ്ലിങ്ങളുടെ വിശ്വാസം. മനസ്സിലായില്ലേ? ഈ 3 വിശ്വാസങ്ങളും ശരിയാവുമോ? ഇത് ശരിയാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇതിൽ 3-ൽ ഒരെണ്ണം മാത്രമേ ശരിയാവുള്ളൂ. കാരണം 3ഉം പരസ്പര വിരുദ്ധമാണ്. ഇതാണ് ലോജിക്ക്. ഇനി ഇത് 3ഉം തെറ്റാവാം. 4മതൊരു കാര്യം, യേശു പിശാചാവാം. മനസ്സിലായി? അതാ 4മത്തെ കാര്യമാണ് കാർത്തിക് പറയണത്. അപ്പോൾ RSSകാർ വന്നിട്ട്, എല്ലാ RSSകാരും അല്ല കേട്ടോ, എന്തെങ്കിലും RSSകാർ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറഞ്ഞേ. അത് എന്നെ വൈകാരികമായിട്ട് വളരെ ബാധിക്കുന്ന കാര്യമാണ്. ഞാനെന്ന് വെച്ചാൽ ക്രിസ്ത്യാനി ആയിരുന്നവൻ ക്രിസ്തു മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് വന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എന്നോട് ഹിന്ദുക്കൾ എന്നെ അപമാനിക്കാൻ വരുന്നത് അത് മഹാമോശമായിട്ടുള്ള കാര്യം. എന്നെ അനുമോദിക്കാനും പ്രശംസിക്കാനൊന്നും നിൽക്കണ്ട. പക്ഷേ എന്താ പറയുക, ഉപകാരം ചെയ്യൽ ഉപദ്രവിക്കരുത്. RSSകാർ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. RSSകാർ ഞാൻ ക്ലബ് ഹൗസിലുള്ള സമയത്ത്, ക്ലബ് ഹൗസിൽ ഞാൻ വന്നു, എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഒരു ഹിന്ദു സഹോദരൻ തന്നെ എന്നെ ക്ലബ് ഹൗസിലേക്ക് ക്ഷണിച്ചത്. ഞാൻ ക്ലബ് ഹൗസിൽ ഒന്ന് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് നാളുകൊണ്ട് ഹിറ്റായെന്ന് പറഞ്ഞാൽ ഒരു റൂം ഞാൻ സ്റ്റാർട്ട് ചെയ്താലില്ലേ, വിത്തിൻ മിനിറ്റ്സ് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു 100 ആളെങ്കിലും ആ റൂമിലുണ്ടാവുമായിരുന്നു. എല്ലാവരോടും ഞാൻ യേശു പിശാചാണെന്ന് ബൈബിൾ വെച്ച് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് RSSകാർ വന്നത്. RSS ആണെന്നും പറഞ്ഞൊരു സുപ്രഭാതം എന്നും പറഞ്ഞൊരു കള്ളൻ, അവൻ്റെ ഫേസും കാണില്ല, പിന്നെ അവൻ്റെ പേരും ആർക്കും അറിയാൻ പാടില്ല. സുപ്രഭാതം, ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടാണ് സംസാരിക്കണത്. RSS ആണെന്ന് പറയണവൻ പേര് പറയണ്ടേ? അപ്പോൾ അതിനു പോലും പേടിയാണ്. എന്നിട്ടാണ് കാർത്തികിനെ എതിർക്കണം. ഇവനെന്തിനാണ് കാർത്തികിനെ എതിർക്കണം? RSSകാർ എന്നെ എതിർക്കണം എന്തിനാണ്? ഞാൻ RSSനെതിരല്ലല്ലോ സുഹൃത്തെ. ഞാൻ യേശുവിനെതിരും മാത്രം. ഞാൻ ക്രിസ്ത്യാനികൾക്കും എതിരല്ല, ക്രിസ്ത്യാനിക്കും ഞാനെതിരല്ല, മുസ്ലിമിനും ഞാനെതിരല്ല, ഒരു മനുഷ്യനും ഞാനെതിരല്ല. എൻ്റെ അപ്പൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചേക്കണം, എൻ്റെ ഗുരുനാഥൻ. മനുഷ്യരെയല്ല, ഈ ബൈബിളിലുള്ള പിശാചിനെയാണ് എതിർക്കേണ്ടത്. മനുഷ്യരെന്താണ്? ഇപ്പം ഞാനും ക്രിസ്ത്യാനി ആയിരുന്ന ആളല്ലേ, പിന്നെ ഞാനെങ്ങനെ ക്രിസ്ത്യാനിനെ വെറുക്കണം? എങ്ങനെ? അങ്ങനെ ഞാൻ എന്നെ തന്നെ ആദ്യം വെറുക്കണ്ടേ? അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ, അതാണ് സത്യം. മുസ്ലിങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം വന്നാലേ ആ തെറ്റിദ്ധാരണയൊക്കെ മാറുള്ളൂ. സത്യം ഇതാണ്. യേശു എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മതപരമായി ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് കൊന്ന് അട്ടഹസിക്കുന്ന പരമപിശാചാണ് യേശു.
അപ്പോൾ ഇത് ഞാൻ ഹിന്ദുക്കളോട് പറഞ്ഞു. അതിൽ ചിലരൊക്കെ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സംസാരം ഞാൻ കേൾക്കുന്നതിന് മുന്നേ എൻ്റെ വീട്ടിൽ യേശുവിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു, മറിയയുടെ ചിത്രം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ ഇതൊക്കെ എടുത്ത് ഞാൻ തോട്ടിക്കളഞ്ഞെന്ന് ഹിന്ദുക്കൾ എന്നോട് പറഞ്ഞു. എനിക്കെന്ത് സന്തോഷമെന്ന് പറയും. എനിക്ക് നിങ്ങളൊരു 1 കോടി രൂപ അല്ലെങ്കിൽ പറ, ഞാൻ യേശുവിൻ്റെ പിക്ചറെ കൊണ്ട് തോട്ടിക്കളെന്ന് പറയാം. ഞാൻ 1 കോടി രൂപ വേണ്ട, എനിക്കിത് കേട്ടാൽ മതി എന്ന് പറയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ ഉദ്ദേശശുദ്ധിനെ ഒന്നും നിങ്ങൾ ചോദ്യം ചെയ്യാനൊന്നും നീയൊന്നും ആയിട്ടില്ല. മനസ്സിലായോ? 25 വർഷമായി സംസാരിക്കണത്. അത് സ്വിറ്റ്സർലൻഡിൽ ഇരുന്നുണ്ട്. ഈ സംസാരം നിർത്തി മര്യാദക്ക് പണിക്ക് പോയിരുന്നെങ്കിൽ കോടികൾ സമ്പാദിക്കാമായിരുന്നു എനിക്ക്. മനസ്സിലായി? പക്ഷെ അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ അപ്പനും കാശിൻ്റെ പിന്നാലെ പോയ മനുഷ്യനല്ലേ. അറിവിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടത്, കാശിൻ്റെ പിന്നാലെ അല്ല. കാശൊക്കെ നമ്മൾ ചത്തി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും. അതിനുവേണ്ടി നമ്മുടെ മക്കളും ബന്ധുക്കളും തല്ലി പിടിക്കും. അത്രേ ഉള്ളൂ. മനസ്സിലായി? നമ്മുടെ അറിവാണ് നമ്മളെ മരണശേഷവും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ അറിവാണ്. മനസ്സിലായി? ആ അറിവാണ് ഞാൻ പറഞ്ഞത്. സനാതനധർമ്മം പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ്. ഈ ലോകത്ത് ഒരു ഉറുമ്പിനെ കണ്ടാൽ ആ ഉറുമ്പ് ഉറുമ്പായിട്ട് ജനിക്കാൻ കാരണം അത് ചെയ്ത കർമ്മമാണ്. ഇപ്പം ഞാൻ നാളെ ചിലപ്പോൾ ഉറുമ്പായിട്ടായിരിക്കും ജനിക്കണം, നമുക്കറിയാൻ പാടില്ല. മനസ്സിലായി? ഉറുമ്പ് ആനയാകണമെന്ന് പറഞ്ഞാൽ നടക്കൂ. ആ ഉറുമ്പ് അത് ജീവിച്ച് ചത്താലേ അത് നടക്കാൻ സാധ്യതയുള്ളൂ. ഉറുമ്പായിട്ട് ജനിച്ച ഉറുമ്പായിട്ട് ജീവിച്ച് മരിക്കണം. അതേപോലെ നായരായിട്ട് ജനിച്ചാൽ നായരായിട്ട് ജീവിച്ച് മരിക്കാൻ വേണം. നമ്പൂരിയായിട്ട് ജനിച്ചാൽ അങ്ങനെ. നമുക്ക് അച്ഛനമ്മനെ മാറ്റാൻ പറ്റില്ല. നമുക്ക് സുഹൃത്തുക്കളെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് മാറ്റാം. ഇന്ന് മുതൽ നീ എൻ്റെ സുഹൃത്തല്ലെന്ന് പറയും. അതേപോലെ ഇന്ന് മുതൽ നീ എൻ്റെ അമ്മയല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. സഹോദരങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇവൻ കൊള്ളൂല, ഇവൻ എനിക്ക് പാരയാണ്, ഇവനെ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല, ഇവൻ ഇന്ന് മുതൽ എൻ്റെ സഹോദരനല്ല എന്ന് പറഞ്ഞാൽ അല്ലാണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സഹോദരൻ കിട്ടുന്നു? കർമ്മം. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മോശം സഹോദരങ്ങളെ കിട്ടുന്നത്. എല്ലാവർക്കും മോശം സഹോദരങ്ങളാണോ? എത്രയോ ആൾക്കാരുണ്ട് നല്ല സഹോദരങ്ങൾ, നല്ല ഒന്നിച്ച് കട്ടക്ക് നിൽക്കുന്ന സഹോദരങ്ങളില്ലേ. അപ്പോൾ അവർ സൽക്കർമ്മം ചെയ്തുകൊണ്ട് അവർക്ക് അങ്ങനെ സഹോദരങ്ങളെ കിട്ടിയത്. ഇനി സഹോദരങ്ങളെ കൊണ്ട് ദ്രോഹം അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനത്തെ സഹോദരങ്ങളെ കിട്ടിയത്. എല്ലാത്തിനും കാരണം കർമ്മമാണ് സുഹൃത്തെ. മനസ്സിലാക്കൂ. എനിക്ക് യേശുവിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് പറയേണ്ടി വരുന്നത്, നിങ്ങൾ ഇത്രയും വഴിപിഴപ്പിച്ച്, ഈ കള്ള സന്യാസിമാർ വഴിപിഴപ്പിച്ചു നിങ്ങളെ. അവർ പറഞ്ഞിട്ടില്ലേ, യേശു ഹരിദ്വാറിലും ഋഷികേശിലുമൊക്കെ തപസ് ചെയ്ത മഹാനാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടില്ല ഇവന്മാർ എത്ര കള്ളന്മാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടില്ല. ഇങ്ങനത്തെ കുറേ കള്ളസന്യാസിമാർ RSSൻ്റെ കൂടെയുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് RSSന് ഈ ബ്രാഹ്മണ വിരോധം. എനിക്ക് നായരോടും വിരോധമില്ല, ബ്രാഹ്മണരോടും വിരോധമില്ല, പുലയനോടും വിരോധമില്ല, ആരോടും എനിക്കൊരു വിരോധം. എനിക്ക് യേശുവിനോടും മാത്രമാണ് വിരോധം. ഓക്കെ? എൻ്റെ ഉദ്ദേശശുദ്ധിയൊന്നും അളക്കാനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. ഓക്കെ? എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം തന്നെയാണ് ഞാൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതിനുള്ള തെളിവ്. ഓക്കെ? 25 വർഷമായി യേശു പിശാചാണെന്ന് മനുഷ്യരോട് പറയുന്ന ആളാണ് ഞാൻ. അതിപ്പോൾ RSS സഹായിച്ചില്ല, എന്നെ ഇതുവരെ RSS സഹായിച്ചില്ല. ഉപദ്രവം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ RSSനെ കൊണ്ട്, ഉപദ്രവം മാത്രം. എന്നാൽ ഭാരതത്തിലെ ജനങ്ങളെ, ക്രിസ്ത്യാനികൾ അങ്ങോളം ഇങ്ങോളം മതം മാറ്റിക്കൊണ്ടിരിക്കണം. RSS നമ്മുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇതൊക്കെ ഹിന്ദുക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് കഴിയും. ക്രിസ്ത്യാനി ആയിരുന്നവനാണ് ഞാൻ. പക്ഷേ RSS നിൽക്കില്ല. RSS ക്രിസ്ത്യാനികളുടെ കൂടെ നിന്ന് എന്തെങ്കിലും 4 വോട്ട് കിട്ടാൻ നോക്കണം, അങ്ങനെ നോക്കണ ആൾക്കാരാണ് ഇവർ. എങ്ങനെ ശരിയാവും പോയി? എങ്ങനെ നമ്മുടെ നാട് നന്നാവും? അതുകൊണ്ടാണ് RSSനെ വിമർശിക്കേണ്ടി വരുന്നത്. നോക്കൂ, 200 കോടി വിശ്വാസികളുള്ള യേശുവിനെ വിമർശിക്കുന്ന എനിക്ക് ഈ 4-5 കോടി പോട്ടെ, 10 കോടി അല്ലെ പോട്ടെ 20 കോടി RSSകാരുണ്ട്. അപ്പോൾ RSS ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിമർശിക്കാതിരിക്കുമോ ഞാൻ? 200 കോടി മനുഷ്യരെ വിമർശിക്കാൻ, മനുഷ്യരുടെ ആരാധ്യ പുരുഷനെ വിമർശിക്കാൻ പേടിയില്ലാത്ത എനിക്ക് RSSനെ വിമർശിക്കാൻ യാതൊരു പേടിയില്ല. തെറ്റാണ് ചെയ്യണം. ഊളത്തരം കാണിച്ചാൽ RSS ആണെങ്കിലും ആരാണെങ്കിലും ആ ഊളത്തരമാണെന്ന് തന്നെ ഞാൻ പറയും. മനസ്സിലായി? ക്ലബ് ഹൗസിൽ വന്നിട്ട് കാർത്തിക് എൻ്റെ അപ്പനെ വിളിക്കണം. എന്താണ് റൂമിൻ്റെ തലക്കെട്ട് തന്നെ RSSകാർ റൂം ഇടണേ. എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ടാണ് തലക്കെട്ട് ഇടണത്. ഹിന്ദുവായിട്ട് വന്നാണ് ഹിന്ദുക്കൾ നൽകുന്ന സ്വീകരണം. മനസ്സിലായോ?
അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. എന്നാലും ഇനി ഞാനിത് പറയുന്നില്ല, പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഓൺലി ജീസസ്. ഓക്കെ, അത് പറയാനാണ് ഞാൻ ജനിച്ചത് തന്നെ. അതേ ഞാൻ ഇനി പറയത്തുള്ളൂ. RSS പിന്നെ RSSൻ്റെ പാട്ടിന് നോക്കട്ടെ, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.